എന്ന കിതാബിൽ ഇമാമ് നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ട് ഉണ്ടേ മുസ്ലിയാക്കളെ എന്നാ മൂപ്പര് പറയാൻ പോകുന്നത്. എന്താ മൂപ്പര് പറയുന്നത്? സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാമ്, ശരിക്കും മനസ്സിലാവും, ഇമാമ് നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ അത് ശേഷം തന്നെ വേറെ ഒരു അധ്യായമായിട്ട് ഉണ്ടേ മുസ്ലിയാക്കളെ എന്നാണ് അയാൾ പറയുന്നത്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മറുപടി പറഞ്ഞുതരാം. വെച്ചോട്ടവനെ. സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ടുന്ന മര്യാദകൾ, ദിക്ർ ദുആകൾ അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ടുണ്ടേ മുസ്ലിയാക്കളെ. അങ്ങനെ ഒരു അധ്യായം ഇല്ലേ മുജാഹിദുകളെ? അങ്ങനെ ഒരു അധ്യായം ഇല്ലേ സലഫികളെ? ഉണ്ടോ? ഉണ്ടോ? സെലഫിയുടെ സീഡിയും എടുത്ത് കറങ്ങുന്ന ഓരോ മുജാഹിദിന്റെ യുവ പ്രവർത്തകനോടും ചോദിക്കുന്നു, വയസ്സുള്ള പ്രവർത്തകരോടും ചോദിക്കുന്നു, MSകാരനോട് ചോദിക്കുന്നു, ISMകാരനോട് ചോദിക്കുന്നു, KNMകാരനോട് ചോദിക്കുന്നു. അങ്ങനെ ഈ മൗലവി പറഞ്ഞ പോലുള്ള ഒരു അധ്യായം, ഇമാമ് നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ, അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ ഉണ്ടേ മുസ്ലിയാക്കളെ എന്നല്ലേ നിങ്ങളെ സെലഫി പറഞ്ഞത്? അങ്ങനെ ഒരു അധ്യായം ഓ മുജാഹിദേ, സെലഫി എന്റെ മുന്നിൽ വരുന്നില്ല. നിങ്ങൾ മുജാഹിദിന്റെ ആളുകൾ, പ്രവർത്തിക്കുന്ന ആളുകളോട് ഞങ്ങളുടെ പ്രവർത്തകന്മാര് ആൺകുട്ടികളെ പോലെ ചോദിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സാദുൽ മആദിൽ അങ്ങനെ ഒന്ന് കാണിച്ചു തരാമോ? നിങ്ങളെ മൗലവി പറഞ്ഞ 4 നുണകളാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? കാണിച്ചു തരാമോ? ഇനി നിങ്ങൾക്ക് മൗലവി പറയുന്ന കളവുകളെ സംബന്ധിച്ച് ഈ ഹുസൈൻ സലഫിയുടെ നുണസീഡികൾ, അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആ നുണവിഴുങ്ങികൾ ഇല്ലേ, ആ നുണവിഴുങ്ങികളോട് ഞാൻ പറയുകയാണ്, അണ്ണാക്ക് തൊടാതെ നിങ്ങൾ സലഫിയുടെ നുണകൾ വിഴുങ്ങണം. അങ്ങനെ വിഴുങ്ങുന്ന നുണവിഴുങ്ങികളോട് ഞാൻ പറയാൻ, വിഴുങ്ങൽ കൊണ്ടുവന്ന് കാണിക്കൂ. സാദുൽ മആദിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് കാണിക്കൂ. ഇനി നിങ്ങൾ അണ്ണാക്ക് തൊടാവുന്ന രൂപത്തിൽ തന്നെ വിഴുങ്ങാൻ ഞാനൊരു ഗുളിക തരാൻ പോവാൻ. അതെന്താ ഗുളിക? അത് മൗലവി പറയുന്നു. എന്താ മൗലവി പറയോ? നിങ്ങൾ കേട്ടില്ല? ഉണ്ടേ മുസ്ലിയാക്കളെ എന്നയാൾ പറയും. നിങ്ങൾ കേട്ടില്ലേ? എന്നാ ആ മനുഷ്യൻ അയാളെ നാവുകൊണ്ട് എന്നെ നാദാപത്ത് പറയുന്നത് മുസ്ലിയാക്കളെ എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയുന്നത്. മുസ്ലിയാക്കളെ എന്ന് വിളിച്ച ഇയാൾ പറയുന്നത് മുസ്ലിയാക്കളെ എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ മുസ്ലിയാരോടാണ് പറയുന്നത്. അതൊന്ന് കേട്ടോളികൾ അയാളെ പറയുന്നത്. കളവ് നമ്പർ 5. മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയുന്നത്. കേട്ടില്ലേ? മുസ്ലിയാക്കളെ എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയും. എന്നാ അയാൾ മുസ്ലിയാക്കള് എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല എന്നും അതേ സമയത്ത് ഉണ്ടേ മുസ്ലിയാക്കളെ എന്ന് പറയുന്നു. ഒന്നായിട്ടൊന്ന് കേട്ടോളി, വിഴുങ്ങാൻ നല്ല. അങ്ങനെ മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, ഉണ്ടേ മുസ്ലിയാക്കളെ, ഉണ്ടേ മുസ്ലിയാക്കളെ. മനസ്സിലായില്ലേ എന്താണ് നമ്മള് സലഫി നുണവീരൻ? ഇനി കേട്ടോളൂ മൗലവിയുടെ അടുത്ത നുണ. മൗലവിയുടെ അടുത്ത നുണ കേട്ടോളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ മൂപ്പര നുണ? മൂപ്പര് പറയുന്നു, ഈ ഹദീസിന് ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ്യയും പറഞ്ഞ വിവരണവും അത് തെളിവാവൂല. എന്താ തെളിവാത്തതിന്റെ കാരണം? ഇത് അധ്യായം വേറെയാണ്. വേറൊരു അധ്യായത്തിൽ പറഞ്ഞാൽ തെളിവല്ലാതിരിക്കോ? ഒരു സംഗതി അധ്യായം മാറിയാൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ കേട്ടുള്ളൂ, ഹൈലിനെ സംബന്ധിച്ച് പറയുന്ന, മെൻസസിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ തലാഖ് ചൊല്ലുന്നതിന്റെ ഒരു മസല പറഞ്ഞു. എന്നാൽ അതുകൊണ്ട് തലാഖിന്റെ അധ്യായത്തിലല്ല പറഞ്ഞുകൊണ്ട് തലാഖ് പോകില്ലാന്ന് തരുമോ? അധ്യായം ഏതായാലും സംഗതി നടക്കൂലേ? അപ്പൊ ഓരോ പറയുന്നത് അധ്യായം വേറെ അധ്യായത്തിലാണ് പറഞ്ഞത്. അതാ മൂപ്പര കാര്യമായ തെളിവ്. അതിനാണ് ഇനി ഞാൻ സാദുൽ മആദ് വെച്ചിട്ട് തെളിവ് പറയാൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് നടപ്പാക്കിയ സുന്നത്തുകൾ, അവിടുന്ന് കാണിച്ചു തന്ന ചര്യകൾ, അതിനൊരു അധ്യായം
ഈ സാദുൽ മആദിന്റെ 170-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. അതാ സ്ക്രീനിൽ കാണാം. ഫസ്ലുൻ ഫീ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഖളാഇൽ ഹാജത്ത്. ഈ അധ്യായത്തിൽ എവിടെയെങ്കിലും ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് വിസർജിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഇബ്നുൽ ഖയ്യിം പറയുന്നില്ല. ശരിക്കും മനസ്സിലാക്കിയ ചോദ്യം. ഈ അധ്യായത്തിൽ ഖിബലക്ക് തിരിഞ്ഞ് വിസർജിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. എന്നാൽ ഖിബലക്ക് തിരിഞ്ഞ് വിസർജിക്കാൻ പാടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. അത് എവിടെയാ പറയുന്നത് നിങ്ങൾ? ഫസ്ലുൻ ഇദാ തഅമ്മൽത അഹ്വാല ഹാദൽ ഖൽഖി, സൃഷ്ടികളുടെ അവസ്ഥകൾ നീ ശരിക്ക് ചിന്തിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അല്ലാഹു തആല കൊടുത്ത, മനുഷ്യന് കൊടുത്ത പ്രത്യേകതകൾ, മുഅ്മിനീങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതകൾ, സ്ഥലങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ പറയുന്ന ഒരു സ്ഥലം ഉണ്ട്. അത് എത്രാമത്തെ പേജ്? 49-ാമത്തെ പേജ്. വിസർജനത്തിന്റെ മര്യാദകൾ പറയുന്ന അധ്യായത്തിന്റെ 120 പേജുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി രേഖപ്പെടുത്തുകയാണ്. എന്താ രേഖപ്പെടുത്തുന്നത്? വമിൻ ഖവാസിഹാ, ഖിബലയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. ഐലൻ, വീണ്ടും അന്നഹു യഹ്റുമു ഇസ്തിഖ്ബാലുഹാ വസ്തിദ്ബാറുഹാ ഇൻദ ഖളാഇൽ ഹാജതി, വിസർജന സമയത്ത് ഖിബലക്ക് മുന്നിടലും പിന്നിടലും ഹറാമാണ്. ഇതെവിടെയാ പറയുന്നത്? വിസർജനത്തിന്റെ മര്യാദകൾ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി സാദുൽ മആദിൽ പറയുന്നതിന്റെ 120 പേജുകൾക്ക് മുമ്പ് കിതാബിന്റെ തുടക്കത്തിൽ അല്ലാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചും അള്ള ചില സംഗതികൾക്ക് കൊടുത്ത പ്രത്യേകതകളെ സംബന്ധിച്ചും പറയുന്ന സ്ഥലത്താണ് ഈ വിസർജിക്കുമ്പോൾ ഖിബലക്ക് മുന്നിടൽ ഹറാമാണെന്ന മസ്അലയും നിയമവും പറയുന്നത്. ഇയാളെ കണക്കിന് എങ്ങനെ അറിയോ? അത് ഈ ഖളാഉൽ ഹാജത്തിന്റെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, വിസർജനത്തിന്റെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. അത് അള്ളാന്റെ മഹത്വവും അള്ള മഹത്വം കൊടുത്തതിന്റെ മഹത്വവും പറയുന്ന സ്ഥലത്തല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഹറാമാണെന്ന് വരൂല നയിക്കും മൗലവിന്റെ കണ്ടുപിടുത്തം. ഇനി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സാദുൽ മആദിൽ ഞാൻ പറഞ്ഞതുപോലെ ഇല്ലേ നിഷേധിക്കാൻ കഴിയോ? ഖിബലക്ക് മുന്നിടൽ ഹറാമാണ് വിസർജിക്കുന്ന സമയത്ത് എന്ന നിയമം അത് പറഞ്ഞത് വിസർജനത്തിന്റെ അധ്യായത്തിലാണോ അല്ല മറ്റു അധ്യായത്തിലാണോ? മൗലവി ഗണ്ണന പ്രസംഗമാണിത്. ഇത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായിട്ട് നടത്തുന്ന ഗണ്ണന പ്രസംഗമാണ്. പഠിച്ചോളണം. ഇത് ഷാർജയിലെ റൂമിൽ ഒരു വിവരവുമില്ലാത്ത 4 അൽമനാറും വായിച്ചിട്ട് ഞാനാണ് ഏറ്റവും വലിയ വിവരമുള്ളവനെന്ന് ധരിച്ച് ഇങ്ങനെ കച്ചത്ത് അൽമനാറും വെച്ച് നടക്കുന്ന മുജാഹിദിന്റെ വിവരമില്ലാത്ത ജനങ്ങളെ വിളിച്ചിരുത്തിയിട്ട് നടത്തി ഇറക്കുന്ന CD അല്ല കേട്ടോ. ഇത് പേരോടിനോടുള്ള കണ്ണന പ്രസംഗമാണ്. അതുകൊണ്ട് സ്റ്റേജിൽ കയറി വിവരക്കേട് പറഞ്ഞാൽ ഓ മൗലവിമാരെ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഓ മുജാഹിദുകളെ, ഇദ്ദേഹത്തിന്റെ CD-യും എടുത്തിട്ട് റോമാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, വീടാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉമ്മമാര്, സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, ഈ സാദുൽ മആദിൽ നിങ്ങൾ പറഞ്ഞ വിവരക്കേട് മുഴുവനും അവരെ ജനങ്ങൾ അറിയട്ടെ. നിങ്ങളോട് അവർ ചോദിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറുപടി അവരോടെങ്കിലും ഒന്ന് പറയൂ മുജാഹിദേ. ഞാൻ ചോദിക്കുന്നത്, എന്റെ മുന്നിൽ വരാൻ, ഈ കിതാബുകൾ പരിശോധിക്കാൻ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ നാദാവിന് ചോദിച്ചത്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നു, ഈ കിതാബ് എന്റെ മുന്നിൽ വന്ന് ഈ വിഷയത്തിൽ പരിശോധിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. മൂപ്പര് ഒരിക്കൽ പറയുന്നുണ്ട്, എന്തേ പണ്ടേ പോലെ ഫലിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പണ്ടേതായാലും ഫലിച്ചിട്ടുണ്ടെന്ന് ഉറച്ചല്ലോ. ഇതുവരെ ഏതായാലും മൗലവിക്ക് ഫലിച്ചു എന്ന് ഉറച്ചല്ലോ. ഇനി ഫലിക്കുന്നതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ മൗലവി. മൂപ്പര് പറയാണ്, അതിന് നല്ല മറുപടി അങ്ങ് കൊടുത്ത് ഞാൻ സെലഫി നല്ല മറുപടി അങ്ങ് കൊടുത്തു. എന്നാ മൂപ്പര് മറുപടി പറഞ്ഞത്? മൂപ്പരെന്നെ എന്താ മറുപടി പറഞ്ഞത്? ആൺകുട്ടികളുണ്ടോ വരാൻ എന്നാണേ ചോദിച്ചേ. അതിന് മൂപ്പരെന്താ മറുപടി പറഞ്ഞോ? ആൺകുട്ടികൾ ഉണ്ട്, വരാനല്ല. പിന്നെ ആൺകുട്ടികൾ ഉണ്ട് ഞാൻ നല്ല മറുപടി അങ്ങ് കൊടുത്ത്, വരാനില്ല. ആൺകുട്ടികൾ ഉണ്ട്.
അതൊന്ന് വെച്ചു കൊടുത്താ പോലെ. മൂപ്പര് ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളിച്ചത്. സാധുൽമായത് കൂടെ പൊക്കി പിടിച്ചപ്പോഴേക്ക് ആൺകുട്ടികളുണ്ടോ വരാന്നൊക്കെ പറഞ്ഞ് നമ്മളതിന് നല്ല മറുപടിയാണ് കൊടുത്ത് ആൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ആൺകുട്ടികളുണ്ട് എന്ന് പറയാമോ എന്നല്ല, ആൺകുട്ടികൾ എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിച്ച് പരിശോധിക്കാറുണ്ടോ എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞ വാചകം അത് നിങ്ങൾ എന്റെ വാക്കിൽ നിന്നൊന്ന് കേട്ടോളൂ എന്ന് വെച്ചോളൂ. കിതാബ് പരിശോധിക്കാൻ വിളിക്കുന്നു സർവ മൗലവിമാരെയും. ഗണ്ണന പ്രസംഗം എന്ന് പറഞ്ഞ് ആളുകളോട് തോന്നിവാസം പറഞ്ഞാ പോരാ, എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിക്കാൻ തയ്യാറാകണം, എന്റെ മുമ്പിലിരിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇനി മേലിൽ തോന്നിവാസം പറയരുത് കേട്ടോ. കണ്ടില്ലേ, എന്റെ മുന്നിൽ വരാൻ തയ്യാറാകണം, കിതാബ് പരിശോധിക്കാൻ തയ്യാറാകണം, വായിക്കാൻ തയ്യാറാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. നീ മൗലവിന്റെ മറുപടി എന്താണ്? നിങ്ങളെ മുന്നിൽ വരുമെന്നല്ല, കിതാബ് വായിക്കുന്നല്ല, പരിശോധിക്കുന്നല്ല, ആൺകുട്ടികളുണ്ട്.